ഹായോ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസിൻസ് ഫ്രം അക്രോസ് ദ സീ എന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപിനെ പറ്റിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. It was the last period in the afternoon. Sona teacher beamed at her children. The children realized that there was some good news coming. ഉച്ചയ്ക്ക് ശേഷമുള്ള അവസാനത്തെ പീരീഡ് ആയിരുന്നു. സോന ടീച്ചർ ചിരിച്ചുകൊണ്ടാണ് കുട്ടികളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ തന്നെ കുട്ടികൾക്ക് മനസ്സിലായി എന്തോ ഗുഡ് ന്യൂസ് വരുന്നുണ്ടെന്ന്. Children, we are going for a study tour next month. Where would you like to go? നമ്മൾ അടുത്ത മാസം സ്റ്റഡി ടൂർ പോവാണ്. നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നാണ് സോന ടീച്ചർ ചോദിക്കുന്നത്. The whole class cheered. A study tour? എല്ലാവർക്കും സന്തോഷായി. ഐഷ raised her hand. Yes, Aisha, any ideas? അഭിപ്രായം പറയാനായിട്ട് ഐഷ കൈ ഉയർത്തി. Shall we go to Lakshadweep, miss? നമുക്ക് ലക്ഷദ്വീപിൽ പോയാലോ? Why do you like to go to Lakshadweep? എന്തുകൊണ്ടാണ് കുട്ടിക്ക് ലക്ഷദ്വീപിൽ പോകണം എന്ന് പറഞ്ഞത്? My uncle works there. എന്റെ അങ്കിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. He is a school teacher. അവിടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. He says it is a beautiful place. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന്. Really? It is a good idea. Sona teacher smiled. So shall we go to Lakshadweep? അത് നല്ല ഐഡിയ ആണ്. എന്നാൽ നമുക്ക് ലക്ഷദ്വീപിൽ പോയാലോ എന്നാണ് സോന ടീച്ചർ ചോദിക്കണേ. Yes, miss. The entire class shouted in a chorus. എല്ലാ കുട്ടികളും ഒരുമിച്ച് ഓളിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും ലക്ഷദ്വീപിൽ പോവാമെന്ന്. All right, we shall go to Lakshadweep. Do you know what Lakshadweep means? നമുക്ക് എന്നാൽ ലക്ഷദ്വീപിൽ പോവാം. നിങ്ങൾക്ക് ലക്ഷദ്വീപിന്റെ മീനിങ് അറിയാമോ? 1,00,000 islands. ഐഷ hazarded a guess. ഐഷ ഗസ് ചെയ്തു 1,00,000 ദ്വീപുകൾ ഉള്ളത് കൊണ്ടാണ് ലക്ഷദ്വീപ് എന്ന് വിളിക്കുന്നതെന്ന്. യെസ്, ദ നെയിം സീംസ് ടു മീൻ ദാറ്റ്. ശരിയാണ് ഐഷ പറഞ്ഞത്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ബട്ട് ദർ ആർ ഓൺലി 36 ഐലൻഡ്സ്. പക്ഷെ അവിടെ ആകെ 36 ഐലൻഡ്സ് ആണുള്ളത്. ആൻഡ് ഓൺലി 10 ഓഫ് ദം ആർ ഇൻഹാബിറ്റഡ്. അതിലാകെ 10 എണ്ണത്തിലെ ആളുകൾ താമസിക്കുന്നുള്ളൂ. ഡു യു നോ ദ ഐലൻഡേഴ്സ് കോൾ കേരള കര. നിങ്ങൾക്കറിയാമോ ദ്വീപിൽ താമസിക്കുന്നവര് കേരളത്തെ വിളിക്കുന്നത് കര എന്നാണ്. Because they are islanders, they consider themselves living in water. അവര് ദ്വീപ് നിവാസികളാണല്ലേ, അതുകൊണ്ട് തന്നെ അവരെ കൺസിഡർ ചെയ്യുന്നത് വെള്ളത്തിൽ താമസിക്കുന്നവർ എന്നാണ്. അതുകൊണ്ടാണ് കേരളത്തെ അവര് കര എന്ന് പറയുന്നത്. Why do people visit the islands? നവീൻ wanted to know. അപ്പൊ നവീൻ അറിയണം എന്തുകൊണ്ടാണ് ആളുകൾ ദ്വീപില് വിസിറ്റ് ചെയ്യുന്നത്. They are beautiful tourist spot. വളരെയധികം ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. The sea around them is a pleasing blue in color. അവർക്ക് ചുറ്റുമുള്ള കടല് നല്ല നീല കളറിലാണ്. There is always a pleasant breeze blowing. എപ്പോഴും നല്ല കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. The islands are full of coconut palms. മാത്രല്ല ദ്വീപില് നിറയെ തെങ്ങാണ്. Some islands have facilities for scuba diving. Do you know what scuba diving is? ചില ഐലൻഡ്സില് സ്കൂബ ഡൈവിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ എന്താ സ്കൂബ ഡൈവിംഗ് എന്ന്? The children shook their heads. അവരെ അറിയില്ല എന്നുള്ള മാതിരി തലാട്ടി. Scuba stands for self-contained underwater breathing apparatus. You can wear the apparatus which contains oxygen for breathing underwater. നമ്മളൊരു എക്യുപ്മെന്റ് ധരിക്കും, അതില് ഓക്സിജൻ ഉണ്ട്. സോ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ പോയാലും ഓക്സിജൻ ശ്വസിക്കാൻ പറ്റും. യു ക്യാൻ ദെൻ ഡൈവ് അണ്ടർ വാട്ടർ. യു ക്യാൻ സീ ദ സൈഡ്സ് അണ്ടർ വാട്ടർ ഫോർ സം ടൈം. നമുക്ക് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോവാം, എന്നിട്ട് അതിന്റെ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. It is a wonderful experience. How do we go to the islands? നമ്മൾ എങ്ങനെയാണ് ഐലൻഡിലേക്ക് പോവുക? അപർണ joined the discussion. There are ships which take us to the islands from Kochi. കൊച്ചിയിൽ നിന്ന് നമ്മളെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാനായിട്ട് കപ്പലുകളുണ്ട്. One of the islands, Agatti, has an airport. ഐലൻഡുകളിൽ ഒന്നായ അഗത്തിയിൽ ഒരു എയർപോർട്ട് ഉണ്ട്. There are regular flights to Bangalore and back with a stop at Kochi. കൊച്ചിയിൽ നിർത്തുന്ന തരത്തില് റെഗുലർ ഫ്ലൈറ്റ്സ് ഇവിടെ നിന്ന് ബാംഗ്ലൂർക്കും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചുണ്ട്. The students were now gazing eagerly at Sona teacher. ഇതുകൂടെ കേട്ടപ്പോൾ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയി സോന ടീച്ചറെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. I don't think you have spoken to any islander. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ദ്വീപ് നിവാസികളോട് സംസാരിച്ചിട്ടുണ്ടാവുന്ന. People in 9 of the islands speak Malayalam. 9 ഐലൻഡ്സിലെയും ആളുകൾ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. Their Malayalam is called Jasri. അവരുടെ മലയാളത്തെ ജസ്രി എന്നാണ് പറയാ. It comes from the word Jasr, which means island. ജസ്രിയില് ജസ്ർ എന്ന് വെച്ചാൽ എന്താണ്? ദ്വീപ് എന്നാണ്. It is slightly different from our Malayalam in Kerala. കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. But we can understand it. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന മലയാളമാണ്. When an islander says "Nan forte," don't be puzzled.
ഏതെങ്കിലും ഐലൻഡർ നിങ്ങളോട് ഞാൻ പോട്ടെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ദേ മീൻ ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ എന്ന് പറയുന്നതിനാണ് ഞാൻ പോട്ടെ എന്നവർ പറയുന്നത്. In Minicoy Island, they speak a language called Mahal, but Malayalam is the administrative language in all the islands. മിനിക്കോയ് ഐലൻഡിൽ മാത്രമാണ് മഹൽ എന്ന് പറഞ്ഞ ഭാഷ സംസാരിക്കുന്നത്. പക്ഷേ ഈ 10 ഐലൻഡ്സിലും ഭരണസംബന്ധമായ ഭാഷ എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. മൈ മദർ ഹാസ് ആൻ ഐലൻഡ് ഫ്രണ്ട്. എന്റെ അമ്മയ്ക്ക് ഒരു സുഹൃത്തുണ്ട്, അവർ ഐലൻഡിലുള്ളതാണ്. ശാന്തി ബ്രോക്ക് ഹർ സൈലൻസ്. ഷീ കെയിം ഹോം വൺസ്. അവരൊരു വട്ടം വീട്ടിൽ വന്നിട്ടുണ്ട്. ഷീ സെഡ് ദ ഐലൻഡേഴ്സ് ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അവര് പറഞ്ഞിട്ട് എനിക്കറിയാം ഐലൻഡേഴ്സ് ഒരുപാട് മീൻ കഴിക്കും. യെസ്, യു ആർ റൈറ്റ്. ദേ ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. ഫിഷിംഗ് ഇസ് വൺ ഓഫ് ദെയർ ചീഫ് ഒക്യുപ്പേഷൻ. മീൻപിടുത്തമാണ് അവരുടെ പ്രധാന തൊഴില്. ദെയർ സ്റ്റേപ്പിൾ ഫുഡ് ഇസ് റൈസ് ആൻഡ് ഫിഷ്. അവരുടെ പ്രധാന ഭക്ഷണം തന്നെ ചോറും മീനുമാണ്. സം ഓഫ് ദ ഫിഷ് ദേ ക്യാച്ച് ആർ കാൻഡ് ആൻഡ് എക്സ്പോർട്ടഡ്. അവർ പിടിക്കുന്ന ചില മീനുകള് ക്യാനിലാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഷുവർലി യു വുഡ് ഹാവ് ടേസ്റ്റഡ് ദ ട്യൂന ഫിഷ് ഫ്രം ദ ഐലൻഡ്സ്. ഐലൻഡിൽ നിന്നുള്ള ട്യൂന ഫിഷ് നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഇതുപോലെ എക്സ്പോർട്ട് ചെയ്തതാണ്. ദേ ഗെറ്റ് എ ലാർജ് വെറൈറ്റി ഓഫ് ഫിഷ്. അവർക്ക് പല വെറൈറ്റിയിലുള്ള മീനുകളെ കിട്ടും. ഇൻ ദ ലഗൂൺസ് അറൌണ്ട് ദ ഐലൻഡ്സ് there are plenty of fresh water fish too. ഐലൻഡിന് ചുറ്റുമുള്ള ലഗൂൺസിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രഷ് വാട്ടർ ഫിഷിനെയും കിട്ടും. Do all people in the islands live by fishing? ഐലൻഡിലെ എല്ലാ ആളുകളും മീൻ പിടിച്ചിട്ടാണോ ജീവിക്കുന്നത്? രേവതി had a genuine doubt. No, making coir is another important occupation. കയർ ഉണ്ടാക്കുന്നതും മറ്റൊരു പ്രധാന തൊഴിലാണ്. And you must not forget ദ്വീപ് ചക്കര, the jaggery they get from coconut palms. അവര് ദ്വീപ് ചക്കര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കും. അത് തെങ്ങിൽ നിന്ന് അവരുണ്ടാക്കുന്ന ശർക്കരയാണ്. I think all of you have tasted ദ്വീപ് ചക്കര. നിങ്ങൾ എല്ലാവരും ദ്വീപ് ചക്കര കഴിച്ചിട്ടുണ്ടാവും. Today, there are many doctors, teachers and government servants among the islanders. ഇപ്പോൾ ദ്വീപിലെ ആളുകളുടെ ഇടയിൽ ഡോക്ടേഴ്സും ടീച്ചേഴ്സും ഗവൺമെന്റ് സർവൻസും ഒക്കെ ഉണ്ട്. മെനി ഓഫ് ദം വർക്ക് ഇൻ കേരള ആൻഡ് അതർ സ്റ്റേറ്റ്സ് ടു. അവരിൽ ഒരുപാട് പേര് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. വാട്ട് ഡു ദേ ഗ്രോ ഇൻ ദ ഐലൻഡ്സ്? അവർ ഐലൻഡ്സിൽ എന്താണ് കൃഷി ചെയ്യുക? ഗുഡ് ക്വസ്റ്റ്യൻ ജിഷ. ദേ ഓൺലി ഗ്രോ കോക്കനട്ട് പാംസ്. അവരാകെ തെങ്ങ് മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. കോക്കനട്ട് ഈസ് എൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഡിഷസ്. നമ്മളെ പോലെ തന്നെ അവർക്കും എല്ലാ ഡിഷസിലും നാളികേരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവറിത്തിങ് എൽസ് ഇസ് ഇമ്പോർട്ടഡ് ഫ്രം കേരള, റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡഡ്. ബാക്കി എല്ലാതും കേരളത്തിൽ നിന്നാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് അരി ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എല്ലാം. Is there anything else to see in the islands? മറ്റെന്തൊക്കെയാണ് നമുക്ക് ഐലൻഡിൽ കാണാനുള്ളത്? Yes, Assam, there is a marine aquarium and a museum at Kavaratti, the capital. So ഇതിന്റെ capital ആണ് കവരത്തി. അവിടെ നമുക്ക് marine aquarium museum ഒക്കെ കാണാം. There you can learn about the island's marine life. അവിടെ നിന്ന് നമുക്ക് ഐലൻഡിലെ മറൈൻ ലൈഫിനെ പറ്റി നന്നായി പഠിക്കാൻ പറ്റും. ലക്ഷദ്വീപ് ഹാസ് എ റിച്ച് മറൈൻ ലൈഫ് ഇൻക്ലൂഡിംഗ് ഫിഷ്, ടർട്ടിൽസ് ആൻഡ് ഡോൾഫിൻസ്. മീനുകളും ആമകളും ഡോൾഫിൻസും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള മറൈൻ ലൈഫാണ് നമ്മുടെ ലക്ഷദ്വീപിനുള്ളത്. ലക്ഷദ്വീപ് is also an exciting destination for marine exploration. Do you know the Lakshadweep Islands are actually coral atolls? നിങ്ങൾക്കറിയോ ലക്ഷദ്വീപ് ശരിക്കും കോറൽ അറ്റോൾസ് ആണ്. എന്താ മക്കളെ കോറൽ അറ്റോൾസ് എന്ന് വെച്ചാൽ റിംഗ് ഷേപ്പിലുള്ള ഐലൻഡ്സിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. The lagoons are a sight you will never forget. Lagoons നിങ്ങൾ ഒരിക്കലും കണ്ടാൽ മറക്കില്ല, അത്രയും ഭംഗിയാണ്. Perhaps you may be able to meet some of the famous islanders too. ചിലപ്പോൾ നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ഐലൻഡേഴ്സിനെയും അവിടെ കാണാൻ പറ്റും. There are writers, painters and filmmakers from the islands who are well known in the country and abroad. നമ്മുടെ രാജ്യത്തും വിദേശത്തും ഒക്കെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സും പെയിന്റേഴ്സും ഫിലിം മേക്കേഴ്സും ഒക്കെ അവിടെയുണ്ട്. Sona teacher scanned the faces of the children. They all looked very excited. സോന ടീച്ചർ നോക്കിയപ്പോൾ ഇതൊക്കെ കേട്ട് കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആണ്. So off we go to Lakshadweep in 3 weeks time. Please get your parents' permission. We will contact the Lakshadweep administration to get the tour permit. Let us say bon voyage. സോ അവരെല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. പാരന്റ്സിന്റെ പെർമിഷൻ ഒക്കെ വാങ്ങാൻ കുട്ടികളോട് പറയുന്നുണ്ട്. അവർ ലക്ഷദ്വീപിൽ പോകാനായിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ടൂർ പെർമിറ്റ് എടുത്ത് അങ്ങനെ പോകാൻ റെഡി ആവുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലക്ഷദ്വീപിനെ പറ്റിയിട്ട് നല്ല ഡെപ്തിൽ അറിയാൻ സാധിച്ചു. ഇനി നമുക്കതിലെ ആക്ടിവിറ്റീസ് നോക്കിയാലോ. After the trip to Lakshadweep, Tanmaya wrote about the first day in her diary. Imagine that you are Tanmaya's friend. After reading the lesson, can you help her write the entries for the rest of the days?
ആദ്യത്തെ ദിവസത്തെ ഡയറി തന്മയ എഴുതിയിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിലെ ഡയറി നമ്മളോട് എഴുതാനാണ് പറയുന്നത്. Day 1 excitements begin. Today was the start of our fun trip to Lakshadweep. ഇന്ന് ഞങ്ങളുടെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. Everyone was excited when we got on the ship in Kochi. കൊച്ചിയിൽ ഞങ്ങൾ കപ്പൽ കയറിയപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. As the ship moved, Aisha and I stood at the deck with other friends, feeling the cool breeze on our faces. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷിപ്പിന്റെ ഡെക്കിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് ആസ്വദിച്ചു നിന്നു. The ocean was bright and blue and there was a good breeze. പ്രജുൽ suddenly pointed out dolphins jumping near the ship. അപ്പോഴാണ് പ്രജുലെ ഷിപ്പിന്റെ അടുത്ത് ഡോൾഫിൻസ് ഇങ്ങനെ ചാടുന്നത് കാണിച്ചു തന്നത്. And we all cheered loudly. അപ്പൊ ഞങ്ങൾ എല്ലാവരും സന്തോഷം കൊണ്ട് ഓടിയിട്ടു. I couldn't believe we were finally going to explore the islands together. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലക്ഷദ്വീപ് പോവാണെന്ന്. What a great start to our adventure. ഇനി നമ്മൾ Day 2 ആണ് എഴുതാൻ പോകുന്നത്. Today we arrived at one of the islands. അവരൊരു ദ്വീപിൽ എത്തുകയാണ് ചെയ്യുന്നത്. The white sandy beach looked beautiful and the water was so clear. വെള്ള മണലാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വെള്ളം നല്ല ക്ലിയർ ആയിരുന്നു. We played in the soft sand and collected colorful seashells. ഞങ്ങൾ പല നിറത്തിലുള്ള seashells ഒക്കെ കളക്ട് ചെയ്തു. Later we met some friendly fishermen who showed us how they catch fish using their nets. അപ്പോഴാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഫിഷർമെനെ കണ്ടത്. അവര് നെറ്റ് വെച്ച് എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് കാണിച്ചു തന്നു. In the evening, we watched the sunset and felt the cool sea breeze on our faces. ഈവനിങ്ങിൽ ഞങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടു. ആ ഇളം കാറ്റ് ആസ്വദിച്ച് അവിടെ നിന്നു. It was a peaceful and joyful day. വളരെ സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. Day 3 അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അണ്ടർ വാട്ടർ അഡ്വഞ്ചർ ആണ്. Today was super exciting. We went on a boat ride to a coral reef and to go snorkeling. ഞങ്ങൾ ഒരു കോറൽ റീഫിലേക്ക് ബോട്ട് റൈഡ് നടത്തി. മാത്രമല്ല സ്നോർക്കലിങ്ങിനൊക്കെ പോയി. The sea was bright blue and we could see fish swimming even from the boat. വെള്ളം നല്ല തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മീൻ ഇങ്ങനെ പോകുന്ന കാണാം. Then came the most exciting part, scuba diving. We wore special diving suits, masks and oxygen tanks. At first I felt a little scared as we went under the water, but soon I was amazed by what I saw. ആദ്യം എനിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെള്ളത്തിന്റെ അടിയിലെ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. There were colorful corals all around. ചുറ്റും പല നിറത്തിലുള്ള പവിഴപ്പുറ്റുകളുണ്ട്. And schools of bright fish moved like rainbows in water. നമ്മള് മീനുകളുടെ കൂട്ടത്തെ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് കേട്ടോ പറയാ. അപ്പോ പല നിറത്തിലുള്ള മീനുകൾ ഇങ്ങനെ പോകുമ്പോ വെള്ളത്തില് മഴവില്ല് പോലെ ഉണ്ടായിരുന്നു. I even saw a big sea turtle swimming slowly near me. ഞങ്ങളുടെ അടുത്ത് കൂടെ ഒരു വലിയ സീ ടർട്ടിൽ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. Our instructor guided us carefully and showed us how to breathe through the mouthpiece. ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ ആ മൗത്ത് പീസ് കൂടെ എങ്ങനെയാണ് ശ്വസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. After the dive, we also tried snorkeling near the shallow reef. ഞങ്ങൾ സ്നോർക്കലിംഗും പിന്നീട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. We saw tiny crabs, starfish and sea plants dancing in the waves. ഞങ്ങൾ ക്രാബ്സിനെയും സ്റ്റാർഫിഷിനെയും സീ പ്ലാന്റ്സിനെയും ഒക്കെ കണ്ടു. It was a magical day that I will never forget. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു മാജിക്കൽ ഡേ ആണ് ഇന്ന്. It felt like visiting another world beneath the sea. കടലിനടിയിലെ മറ്റൊരു ലോകം കാണുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ Day 4 ആവുകയാണ്. Saying goodbye. Today was our last day in Lakshadweep and we were sad when it was time to say goodbye. Goodbye പറയാറാവുമ്പോഴേക്കും ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. We visited the Marine Museum and learned about the sea creatures and corals of the islands. ഞങ്ങൾ മറൈൻ മ്യൂസിയത്തിൽ പോയി അവിടെ നിന്ന് ഒരുപാട് സീ ക്രീച്ചേഴ്സിനെയും പിന്നെ പവിഴപ്പുറ്റുകളെയും ഒക്കെ പറ്റി പഠിച്ചു. After that, we took one last walk on the beach collecting shells as memories. ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് സീ ഷെൽസും കളക്ട് ചെയ്തു. Then we boarded the ship back home, waving goodbye to the island that had given us so much happiness. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്ന ദ്വീപിനോട് ബൈ ബൈ പറഞ്ഞ് കപ്പൽ കയറി തിരിച്ചു പോരാണ് ചെയ്തത്. Activity 2 എന്ന് പറയുന്നത് You are planning an excursion with your teachers and friends. Prepare a travel plan. Use the following hints. തന്നിട്ടുള്ള ഹിൻസ് വെച്ചൊരു ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇതില് ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള ട്രാവൽ പ്ലാൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. സോ ഇതോടുകൂടെ കസിൻസ് ഫ്രം അക്രോസ് ദ സീയുടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.